ഹരി ഓം. ഇന്ന് ഞായറാഴ്ച മെയ് 11 2025 നരസിംഹ ജയന്തിയാണ്. ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ കൂടുതൽ ഭക്തനാക്കി മാറ്റിയ പുണ്യദിനമാണ് നരസിംഹ ജയന്തി. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയും ചോതി നക്ഷത്രവും ഒന്നിക്കുന്ന ഈ ദിവസം ഇന്നാണ്. മൃഗീയ വാസനകൾ നശിപ്പിച്ച് സത്പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഉത്തമ മനുഷ്യരായി മാറാനാകും. മനോഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഴിയും. ഇതാണ് നരസിംഹ അവതാരം നൽകുന്ന സന്ദേശം. ക്ഷിപ്രപ്രസാദിയായ നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ വ്യാഴം, ശനി ഗ്രഹങ്ങൾ, ദൃഷ്ടിദോഷം ഇവയെല്ലാം അവസാനിക്കും. ജാതകത്തിലെ ശത്രുബാധ, രോഗബാധ, പ്രേതബാധ, വിവാഹ തടസ്സം ഇവ മാറാൻ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ പൂജിച്ചാൽ മതി. വ്യാഴാഴ്ചകളിലും നരസിംഹ ജയന്തി ദിവസവും ചോതി നക്ഷത്രത്തിലും വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം, നരസിംഹമൂർത്തി ജപമന്ത്രം നടത്തുന്നത് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നശിക്കാനും വ്യാപാരത്തിലും മറ്റ് കർമ്മരംഗങ്ങളിലും എതിരാളികളുടെ ഉപദ്രവങ്ങൾ കുറയുന്നതിനും നല്ലതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നായ ഇന്ന് ജയന്തി വരുന്നതിനാൽ ഈ ദിനത്തിലെ വ്രതാനുഷ്ഠാനം നല്ല ഫലദായകമാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം. പേരുപോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. അസുരരാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത്. കൃതയുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെയാണ് നരസിംഹാവതാരം. ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദൻ്റെ വിളികേട്ട നിമിഷം തന്നെ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി. ഭഗവാനെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം, ആരോഗ്യം, രോഗശാന്തി, പാപനാശം എന്നിവയാണ് ഫലങ്ങൾ. പ്രാർത്ഥിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായ വഴിപാടുകൾ അനവധിയുണ്ട്. നെയ്വിളക്ക്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ, വിവാഹ തടസ്സങ്ങൾ നീങ്ങും. തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാടാണ്. ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയും നിവേദ്യം പായസവും ആണ്. ചോതി വഴിപാട്. പഞ്ചഭൂതങ്ങളിൽ വായുദേവൻ്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം. കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനകൾ നടത്തുകയോ ചെയ്യുക. നരസിംഹമൂർത്തി മന്ത്രം. ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും ഈ മന്ത്രം പതിവായി 3 തവണയെങ്കിലും ചൊല്ലുന്നത് ഉത്തമമാണ്. നരസിംഹാവതാരം ത്രിസന്ധ്യാനേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം.